അല്ല, അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പുറത്തേക്ക് വരാൻ പറ്റില്ല. കാരണം അവർ പടം ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല. അതിന്റെ പരിപാടികൾ നടക്കണുള്ളൂ. നല്ല പടമായിരിക്കും, അടിപൊളിയുണ്ടായിരിക്കും. അതെ, സ്ട്രഗിൾ ഓഫ് എ കോമൺ വുമൺ. ഇല്ല ഇല്ല, ഇതിൽ എനിക്ക് എന്റെ ക്യാരക്ടറിനാണ് കുറച്ചും കൂടി ഫൺ എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു ക്യാരക്ടർ. ഇപ്പം സ്റ്റെഫിയെ പോലെ അങ്ങനെ ഒരു ഭയങ്കര ഗ്രേഷ്യയിലുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ഇന്റൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറൊന്നും അല്ല. അത്യാവശ്യം ഒരു ഫാമിലിയെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ലേഡിയാണ്. അത് ചിരിക്കുന്ന ക്യാരക്ടർ. ആഗ്രഹമുണ്ട് ആരെങ്കിലും ഒക്കെ അങ്ങനെ വിളിച്ചാൽ പോണം ചെയ്യണം എന്നൊക്കെ. പക്ഷെ ഇതിലില്ല, നീ തീർന്നടാ. ഡെഫിനറ്റ്ലി അത് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള ഒരു സ്റ്റാർ വരെയും ആക്ച്വലി എനിക്ക് തോന്നുന്നത് സ്ട്രഗിൾ ചെയ്യുവാണ്. പക്ഷെ അടുത്ത സിനിമ ഏതാ ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകളായിരിക്കും അവർക്ക്. ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ച് അടുത്ത സിനിമ ഇപ്പം ഫാമിലി മാൻ ആയാലും അല്ലെങ്കിലും അടുത്ത സിനിമ കിട്ടുക എന്നുള്ളതാണ്. ആ സിനിമ കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ ഒരു എന്റെയൊക്കെ പ്രശ്നം വെച്ചാല് നമ്മൾ ഈ ബോൺ ആക്ടേഴ്സ് അല്ല, നമ്മൾ പഠിച്ച് സിനിമയിൽ നിന്നുള്ള എക്സ്പീരിയൻസ് പഠിച്ചതാണ്. ഒരു 2-3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം ഒക്കെ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാല് പിന്നെ ഒരു സിനിമ ചെയ്യുമ്പോഴത്തേക്കും ഒരു നിങ്ങൾക്ക് ചിലപ്പോൾ വളരെ ബാലിശ്യമായിട്ട് തോന്നും, പക്ഷെ അഭിനയം മറന്നുപോയി, ഇനി നമുക്ക് ചെയ്യാൻ പറ്റുമോ? പക്ഷെ ഇത് എന്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറയുമ്പോൾ ഇതൊരു സൈക്കിൾ ഓടിക്കുന്ന പോലെ, അല്ലെങ്കിൽ സ്വിമ്മിങ് നമ്മൾ ചെയ്യുന്നല്ലോ. അതായത് ഒരു വർഷം നമ്മൾ ചെയ്തില്ലെന്ന് വെച്ചാൽ നമ്മൾ മറന്നൊന്നും പോവില്ല. പക്ഷെ എന്നാലും ഒരു ആദ്യമാണ് ഇത് ചെയ്യാൻ പറ്റുമല്ലോ എന്ന്. അപ്പൊ അതുകൊണ്ട് നിരന്തരം സിനിമകളിൽ സജീവമായിരിക്കണമെങ്കിൽ നമ്മളങ്ങോട്ട് നമുക്ക് ജോലി വേണമെന്ന് പറയുക എന്നുള്ളതാണ്. അല്ലാണ്ട് നമ്മൾ ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഞാൻ എല്ലാ ദിവസവും മിനിമം ഒരു കഥയെങ്കിലും കേൾക്കുന്ന ഒരാളാണ്. എല്ലാവരുടെയും കഥയായിരുന്നു ഞാൻ. അങ്ങനെ ഇപ്പം ആരുടെയാണ് ഓക്കെ പരിചയത്തിന്റെ ത്രൂ വന്നു, അല്ലെങ്കിൽ ഇപ്പം ഗോവിന്ദൻ എനിക്ക് പരിചയം, ഗോവിന്ദന്റെ ഒരു ഫ്രണ്ട് എന്നോട് ഒരു കഥ പറയണം, എനിക്ക് വിഷയമില്ല. എനിക്ക് വാട്സാപ്പിൽ റാൻഡംലി ചിലർ മെസ്സേജ് അയക്കും കഥ പറയണമെന്ന്. ഞാൻ അവർക്കും സമയം കൊടുക്കാറുണ്ട്, ഞാൻ അവരുടെയും കഥ കേൾക്കാറുണ്ട്. അതിന്റെ കാരണം എവിടെയാണ് ബിരിയാണി കിട്ടാൻ പോണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനത്തെ ഒരു മെഗാ ബിരിയാണി ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു ബിരിയാണി എപ്പോഴെങ്കിലും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ.